പാകിസ്ഥാനിൽ ഒരു നിർണായക നീക്കം നടക്കുന്നു എന്നതിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പാകിസ്ഥാന്റെ സൈനിക മേധാവി അസിം മുനീറിന് കൂടുതൽ ഭരണപരമായ ഇടപെടലിന് സാധ്യമാക്കുന്ന ഭരണഘടനാ ഭേദഗതിക്ക് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നു എന്ന വിവരങ്ങളാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അസിം മുനീറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ ഫീൽഡ് മാർഷലായ അസിം മുനീറിന് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം സ്ഥാനക്കയറ്റം നൽകിയിരുന്നതാണ്. മാത്രവുമല്ല, ഒരു സൈനിക മേധാവി ഇടപെടാത്ത തരത്തിൽ ഭരണതലത്തിൽ വലിയ ഇടപെടലുകൾ അസിം മുനീർ നടത്തുന്നു എന്നതിന്റെ സൂചകങ്ങൾ ഇതിനോടകം വന്നിട്ടുണ്ട്. അവിടെയാണ് അസിം മുനീറിന്റെ സ്ഥാനവും അധികാരവും സുരക്ഷിതമാക്കാൻ വേണ്ടി ഒരു ഭരണഘടനാ ഭേദഗതിക്ക് പാകിസ്ഥാൻ നീക്കം ആരംഭിച്ചതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഭരണഘടനാ ഭേദഗതിയുടെ പിന്തുണ തേടിക്കൊണ്ട് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്റെ പാർട്ടിയെ സമീപിച്ചതായി PPP അധ്യക്ഷൻ ബിലാവൽ ഭൂട്ടോ സർദാരിയെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസികളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ PPP അധ്യക്ഷൻ ബിലാവൽ ഭൂട്ടോയെ കോട്ട് ചെയ്തുകൊണ്ടാണ് പാകിസ്ഥാനിൽ നിന്ന് ഇത്തരം വാർത്തകൾ വരുന്നത്. അത് ഷഹബാസ് ഷെരീഫ് അദ്ദേഹത്തെ പിന്തുണ തേടി സമീപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിർദ്ദിഷ്ട ഭേദഗതിയിൽ ഈ ഭരണഘടനാ കോടതികളും ജഡ്ജിമാരുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിലും ആർട്ടിക്കിൾ 243 മാറ്റങ്ങളാണ് വിവാദങ്ങൾക്ക് ആധാരമായിട്ടുള്ളത്. ഇപ്പോൾ അത് ആണ് പാകിസ്ഥാന്റെ ഭരണഘടന അനുസരിച്ച് ഇപ്പോൾ ഫെഡറൽ സർക്കാരിനാണ് സായുധ സേനകളെ നിയന്ത്രിക്കാനുള്ള അധികാരവും മറ്റും ഉള്ളത്. അതിൽ മാറ്റം വരുത്തിക്കൊണ്ട് ആർട്ടിക്കിൾ 243 പരിഷ്കരിക്കുന്ന നീക്കത്തിലൂടെ സൈന്യത്തിന്റെ സ്വാധീനം ഭരണതലത്തിൽ കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നു എന്ന വിലയിരുത്തലാണുള്ളത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ബിലാവൽ ഭൂട്ടോയെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങളാണ് ഈ വാർത്തകൾ പുറത്തേക്ക് വിടുന്നത്. ഫീൽഡ് മാർഷലായി അസിം മുനീറിനെ പാകിസ്ഥാൻ ഉയർത്തുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ്. ആ ഒരു സ്ഥാന കയറ്റം നൽകുന്നത് ഓപ്പറേഷൻ സിന്ദൂർ വലിയ വിജയമാണ് എന്ന് പാകിസ്ഥാൻ വ്യർത്ഥമായിട്ടുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും അതിന് നേതൃത്വം നൽകിയ അസിം മുനീറിനെ ഫീൽഡ് മാർഷലായി ഉയർത്തുകയും ചെയ്യുകയായിരുന്നു. പക്ഷേ പാകിസ്ഥാന്റെ ഭരണഘടന സംബന്ധിച്ച് ഫീൽഡ് മാർഷൽ എന്ന് പറയുന്ന പദവി ഉണ്ട് എങ്കിൽ പോലും അധികാരങ്ങൾ അതിന് കുറവാണ്. ആ ഒരു സാഹചര്യത്തിലാണ് അതിനെ ഭരണഘടനാ ഭേദഗതിയിലൂടെ മറികടന്നുകൊണ്ട് ഭരണപരമായ ഇടപെടലിന് കൂടി അസിം മുനീറിന് സാധ്യമാകുന്ന തരത്തിലേക്ക് ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ അസിം മുനീർ ഇതിനോടകം തന്നെ ഏതാണ്ട് 4 തവണ അമേരിക്കയിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ട്രംപുമായി വളരെ വ്യക്തിപരമായ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. ട്രംപ് വിരുന്ന് സൽക്കാരത്തിന് അസിം മുനീറിനെ ക്ഷണിച്ചത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പല കൂടിക്കാഴ്ചകളും അസിം മുനീറും ട്രംപുമായി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ഭരണതലത്തിൽ നടക്കേണ്ടുന്ന ചർച്ചകളിൽ അസിം മുനീറിന്റെ സാന്നിധ്യം ഇതിനോടകം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടതാണ്. സൗദിയിൽ നടന്ന നിർണായക പ്രതിരോധ കരാറുമായി ബന്ധപ്പെട്ടുള്ള കൂടിക്കാഴ്ചകളിലൊക്കെ അസിം മുനീറിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അപ്പോൾ ഭരണതലത്തിൽ നടക്കുന്ന ചർച്ചകളിൽ എന്തിന് കരസേനാ മേധാവി പങ്കെടുക്കുന്നു, സേനാ മേധാവി പങ്കെടുക്കുന്നു എന്ന ചോദ്യം പല കോണിൽ നിന്നും ഉയരുമ്പോഴാണ് അതിന് ഭരണഘടനാപരമായ സാധുത തന്നെ നൽകിക്കൊണ്ട് അസിം മുനീറിന് വിശിഷ്ടമായ പദവി നൽകാൻ, അതിന് ഭരണഘടന ഭേദഗതി കൊണ്ടുവരാൻ പാകിസ്ഥാൻ ആലോചിക്കുന്നത്. എന്തായാലും നമ്മൾ പലതവണ പാകിസ്ഥാനിൽ സൈനിക അട്ടിമറികൾ നടന്നത് കണ്ടിട്ടുള്ളതാണ്. സൈന്യം അവിടുത്തെ ഭരണം കൈയാളുന്നത് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ സൈന്യത്തിന് ഭരണഘടനാപരമായി തന്നെ ആ അധികാരത്തിലേക്ക് ഇടപെടാനുള്ള വഴിയൊരുക്കാനാണ് ഇപ്പോൾ ഈ ഭരണഘടനാ ഭേദഗതി എന്ന നീക്കം നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അസിം മുനീറുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഒരു ബ്രോക്കർ ദല്ലാളിന്റെ പണിയാണ് അസിം മുനീർ എടുക്കുന്നത് എന്ന വിമർശനം പാകിസ്ഥാനിലെ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ വലിയ ശക്തമാണ്. ഇവിടുത്തെ ധാതു മണലുകൾ അമേരിക്കയ്ക്ക് തീരെഴുതി കൊടുക്കാൻ വിൽക്കാൻ ബ്രോക്കറുടെ പണിയെടുക്കുന്നു അസിം മുനീർ എന്നതാണ് ഉയരുന്ന ആരോപണങ്ങളൊക്കെ. അപ്പോൾ അത്തരം ആരോപണങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുമ്പോൾ തന്നെ ഭരണഘടനാ ഭേദഗതിയിലൂടെ അസിം മുനീറിന് ഒരു ഭരണത്തിൽ ഇടപെടാനുള്ള സാധ്യതയും സാഹചര്യവും ഒരുക്കാൻ ഭരണത്തലവൻ എന്ന നിലയിലേക്ക് ഈ സൈനിക മേധാവിയെ കൊണ്ടുവരുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ ഭരണഘടനയിൽ കൊണ്ടുവരാൻ പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നു എന്നതാണ് വിവരം. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് അവിടുത്തെ ഭരണഘടന ആ നിലയിൽ മാറ്റിമറിക്കപ്പെടുന്നത്, അവിടെ സൈന്യത്തിന് കൂടുതൽ ഇടപെടൽ സാധ്യമാകുന്ന തരത്തിൽ മാറ്റങ്ങൾ വരുന്നത് എന്തായാലും ഒരു ശുഭകരമായ കാര്യമല്ല. അതിർത്തി നമ്മുടെ അയൽ രാജ്യമാണ്. ഒപ്പം തന്നെ പാകിസ്ഥാനുമായി ഇന്ത്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടുന്ന രാഷ്ട്രവുമാണ്. അതുകൊണ്ട് തന്നെ
അവിടെ ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത്, സൈന്യത്തിന് ഭരണത്തിൽ കൂടുതൽ സ്വാധീനമുണ്ടാകുന്നതൊക്കെ ഇന്ത്യ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്ന കാര്യമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. ഈ നവംബറിൽ കാലാവധി വിരമിക്കേണ്ടുന്ന വ്യക്തിയാണ് അസീം മുനീർ. അതിന് നേരത്തെ തന്നെ കാലാവധി നീട്ടി നൽകാനുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന് പുറമെയാണ് ഇപ്പോൾ ഈ അധികാരം കൂടി കൂട്ടി നൽകാനുള്ള ഭരണഘടനാ ഭേദഗതിയിലേക്ക് പാകിസ്ഥാൻ നീങ്ങുന്നത്.